ഇപ്പൊ കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് എങ്ങനെയാ പറ്റിയ ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റാതെ? എനിക്ക് നേരത്തെ മെഡിസിന്റെ റിയാക്ഷൻ ആയിട്ട് കണ്ണിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പശുക്കളുടെ എല്ലാ പാർട്ടും എനിക്ക് കണ്ടും ഒക്കെ നല്ല പരിചയമുണ്ട്. പശുക്കൾ ഇപ്പോൾ ഏതെന്ത് അസുഖം ഉണ്ടെങ്കിലും പശുക്കളുടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. തീറ്റ കൊണ്ടുവച്ചിട്ടാണ് കറക്കുന്നത്. അപ്പൊ ആ തീറ്റയിൽ ആയിക്കുമ്പോ കറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. 2 വർഷം മുമ്പ് മോളെ MBBS പഠിപ്പിക്കാൻ വിടാനുള്ള ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പശു വളർത്തലാണ്. കാഴ്ചയില്ലാത്ത ആള് എങ്ങനെയാണ് പശു വളർത്തുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന സ്ഥലത്ത് റിയാസിക്ക പശു വളർത്തുന്നിടത്താണ്. റിയാസിക്ക് കാഴ്ചയില്ല, എന്നിട്ടും അദ്ദേഹം പശു വളർത്തുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പശു വളർത്തലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ റിയാസിക്കാനാണ് പരിചയപ്പെടാൻ പോണേ. അപ്പൊ ഇതാണ് ഇപ്പൊ കുളിപ്പിക്കുന്ന സമയമല്ല ഇപ്പൊ. അതെ അതെ. വലിയ രീതിയിലുള്ള കുളിപ്പിക്കലല്ല, ജസ്റ്റ് ചാണാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പൊ എപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ കറവ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ ഞങ്ങള് 3:30-ക്ക് എഴുന്നേൽക്കും. 3:30-ക്ക് എഴുന്നേറ്റിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 4 മണിക്ക് കറവ സ്റ്റാർട്ട് ചെയ്യും. 4:45 ആകുമ്പോഴേക്കും കറവ കഴിഞ്ഞിട്ട് 5 മണി കഴിയുമ്പോഴേക്കും പാലായിട്ട് മിൽമയ്ക്ക് പോകും. ഇത് എങ്ങനെയാ പറ്റിയ ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റാതെ? എനിക്ക് നേരത്തെ മെഡിസിന്റെ റിയാക്ഷൻ ആയിട്ട് കണ്ണിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫാമിംഗ് ഡയറി ഫാമിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ കണ്ണിനൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് സർജറി ചെയ്യേണ്ടി വന്നു. കാഴ്ച സംബന്ധിച്ച് കംപ്ലീറ്റ് പോയി. അപ്പൊ ഈ ഒരു പശു വളർത്തൽ മാത്രമല്ലേ വരുമാനമുള്ളൂ? ഇപ്പോൾ അതേ ഉള്ളൂ. നേരത്തെ 23 വർഷമായിട്ട് എനിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. പക്ഷേ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ള സമയത്ത് പോലും ഞങ്ങളുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ പശു വളർത്തൽ തന്നെയായിരുന്നു. കോവിഡിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ജീവിച്ചത് പശു തന്നെയാണ്. ഇത് എങ്ങനെയാണ് പശുക്കളെ കുളിപ്പിക്കുക ഒക്കെ ചെയ്യണേ? അത് എക്സ്പീരിയൻസിലൂടെയാണ്. അത് ശരിക്കും പറഞ്ഞത് പശുക്കളുടെ എല്ലാ പാർട്ടും എനിക്ക് കണ്ടും ഒക്കെ നല്ല പരിചയമുണ്ട്. പശുക്കൾ ഇപ്പോൾ ഏതെന്ത് അസുഖം ഉണ്ടെങ്കിലും പശുക്കളുടെ അടുത്ത് വന്നാൽ അടുത്തൊട്ട് നോക്കിയാൽ അവർക്കിപ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വയറ് ജസ്റ്റ് രാത്രിയാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-11 മണി വരെയൊക്കെ തൊഴുത്തിൽ വന്ന് നോക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് പോവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയിലേക്ക് വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ പശു വളർത്തൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയെങ്കിലും പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെ ചെയ്തു. അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ? ആടുണ്ടായിരുന്നു. ഒരു 60-70 ആടുണ്ടായിരുന്നു. 12 പശു വരെ ഞാൻ വളർത്തിയിട്ടുണ്ട് അവിടെ. പിന്നെ താറാവ്, ഒരു 300 താറാവ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. TMR ആണോ കൊടുക്കുന്നത്? ഇത് TMR ആണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം മഴയുടെ സമയത്ത് കാരണം പാത്രം ഇതിനകത്ത് ഇത് നമ്മൾ പെല്ലറ്റില് കാൽസ്യം സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് TMR ഇടുവാണ്. റഫേജ് ആണല്ലോ. ആദ്യം പശുക്കളുടെ റഫേജ് വേണം ഉള്ളിലേക്ക് കഴിക്കാനായിട്ട്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞ ശേഷം ഈ പെല്ലറ്റ് എടുത്തോളും. പെല്ലറ്റ് ഇപ്പൊ ഒരു രാവിലെ ഒരു 3, വൈകിട്ട് 3 കൊടുക്കും. അങ്ങനെയാണ് കൊടുക്കുന്നത്. TMR ഒരു 10-15 കിലോ വരെ കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് വെറുതെ കൊടുക്കുവാണോ? അത് വെറുതെ വെച്ച് കൊടുത്താൽ മതി, കഴിച്ചോളും. TMR സൈലേജും ബാക്കി കുറെ ഡ്രൈ ആയിട്ടുള്ള കുറേ ഇതുണ്ട്, വൈക്കോലുകൾ, പിന്നെ ഈ കുറേ പിണ്ണാക്ക് ഐറ്റംസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുല്ല് വൈക്കോലിൻ്റെ ആവശ്യമില്ലേ? ഇല്ല. ഇതാണ് സാധനം അല്ലേ? ഈ TMR കൊടുത്തിട്ട് എങ്ങനെയാ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ? TMR ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, പക്ഷേ പാലിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. നല്ല ടേസ്റ്റ് പാലാണ്. പിന്നെ വെച്ചാൽ മിൽമയെ കൊടുക്കുമ്പോൾ എനിക്ക് 52 മേൽ വരെ കിട്ടുന്നുണ്ട്. 52 കിട്ടുന്നുണ്ടോ? സാധാരണ രാവിലെ 52, വൈകിട്ട് 51 കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഏത് പശുവിനാ കൊടുക്കാൻ പോണേ? ഇപ്പോ നമ്മുടെ കറമ്പി പശുവിനാണ് കൊടുക്കുന്നത്. ഇതിപ്പോ എത്ര നാളെങ്കിലും കൊടുക്കാൻ തുടങ്ങിയിട്ട്? TMR പശുവിനെ കൊണ്ടുവന്ന
ആ കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ കൊടുത്തു. അതെ നീക്കടി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തോട്ടി കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര നാളായി? രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നേ. ഇപ്പൊ ഇവിടെ 2 പശുക്കളുള്ളോ ഇപ്പൊ? നിലവിൽ ഇപ്പൊ 2 പശുക്കൾ. ഈ പശുക്കളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ളൂ. 2 ആഴ്ചയായിട്ടുള്ളൂ. കാരണം ഞാന് എനിക്ക് ഇതിനു മുമ്പ് ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു. കഴിഞ്ഞ 23 വർഷമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു. ആ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 2017 മുതൽ ഞങ്ങൾ പശു വളർത്തൽ രംഗത്തുണ്ട്. ആദ്യമായിട്ടൊരു പശുവിനെ വാങ്ങി, സ്വന്തം അതിന് ഒരു ഇടക്കറ പശുവിനെ വാങ്ങി കറവ പഠിച്ചു. അത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ഥലം ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ഏക്കർ സ്ഥലം ഞാൻ ലീസിന് എടുത്തിട്ട് അവിടെ ആട് 10-60 ആട് മാറി ഒരു 10-60 ആട്, പിന്നെ താറാവ്, 300 താറാവ്, ഇതൊക്കെയായിട്ടാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഒരു പശുവിന് ഇടക്കറ പശുവിനെ വാങ്ങി കറവ പഠിച്ചതിന് ശേഷം അവരൊറ്റ വർഷം കൊണ്ട് തന്നെ 12 പശുക്കളെ മൊത്തം ഞങ്ങൾ വാങ്ങി ഇതാക്കി. അതായത് കറവ മെഷീൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? അത് എങ്ങനെയാണ്? ഇല്ല, കൈക്കറവ തന്നെയായിരുന്നു. ഞാനും വൈഫും കൂടിയാണ് കറവ ഒക്കെ ചെയ്തിരുന്നത്. കുട്ടികളാണെങ്കിലും ഇപ്പോൾ ക്ലീനിങ്ങിനാണെങ്കിലും എന്തിലാണെങ്കിലും കുട്ടികളും കൂടി സഹകരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക്, പക്ഷെ ഒരു സമയത്ത് ഞാൻ സ്റ്റാഫിന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ആസാമി ഫാമിലിയിൽ വെച്ചിരുന്നു. പക്ഷേ അവർ 2 മാസം നിന്നിട്ട് നമുക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം രാവിലെ 3:30 കറവ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ കറവക്കാരുണ്ടല്ലോ വിചാരിച്ചിട്ട് പതുക്കെ അപ്പോൾ ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അന്നപ്പോൾ ആ കറവക്ക് ഇരിക്കുമ്പോൾ തന്നെ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ കറവക്ക് പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. ഈ വെള്ളം കറവ് അകിട് കഴുകിയതിന് ശേഷം ഈ പാത്രത്തിൽ ബാലൻസ് വന്ന വെള്ളത്തിലേക്കാണ് ഇവർ കറന്നൊഴിക്കുന്നത് കണ്ടത്. അപ്പോൾ അതോടെ ആ പരിപാടി നമ്മൾ അതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മാത്രം നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല, പശുക്കളുടെ ആരോഗ്യം, മെയിനായിട്ട് പശുക്കളുടെ ഈ കാമ്പിൽ മെഷീൻ വെച്ച് കറന്നാലും നമ്മൾ ലാസ്റ്റ് ഊറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പാല് അതിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ അകിട് വീക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 2019-20 കാലഘട്ടം വരെ ഞാൻ അകിട് വീക്കത്തിന് വേണ്ടിയിട്ട് മിക്കവാറും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയതും പിന്നെ ഹോമിയോ മെഡിസിൻ ചെയ്യാൻ തുടങ്ങിയതോട് അങ്ങനെ ഒരു ഇതാവശ്യം വന്നിട്ടില്ല. അപ്പോൾ അകിട് വീക്കത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ പറയും അകിട് വീക്കം ഇല്ലാത്തൊരു ഫാമായിട്ട് കണ്ടിട്ടുള്ളത് തന്നെ. കണ്ണുനീരില്ലാത്ത ഒരു ഇതായിരുന്നു എനിക്ക്, മെഡിസിൻ്റെ റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ലാസ്റ്റ് ഫാം നിർത്തുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ പശുവിൻ്റെ ഒരു വാൽ കണ്ണിൽ കൊണ്ടിട്ട് ഇൻഫെക്ഷനായി. അത് കോംപ്ലിക്കേഷനായി. ഒരു സർജറി ചെയ്ത് തൽക്കാലം കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്ത് വെച്ചു. ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സർജറി സമയത്ത് എനിക്കുള്ള പശുക്കളെല്ലാം കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നു. ആ സമയത്ത് ലാസ്റ്റ് 6 പശുക്കളുണ്ടായിരുന്നു. 6 പശുക്കളെ കൊടുത്തിട്ട് ആണ് എനിക്ക് സർജറി ചെയ്യാനും ഒക്കെ വേണ്ടി വന്നു. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ആ സമയത്ത് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷോപ്പിൻ്റെ മെയിൻ്റനൻസ് പോലും ഞങ്ങൾ സത്യം പറഞ്ഞ പശുക്കളിൽ നിന്നാണ് നടത്തിക്കൊണ്ടിരുന്നത്. കോവിഡിന് ശേഷം കട റീഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ ഈ പശുവിൻ്റെ വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച പൈസ കൊണ്ടാണോ? അതെ. അതൊന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മകളെ 2 വർഷം മുമ്പ് മോളെ MBBS പഠിപ്പിക്കാൻ വിടാനുള്ള ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പശു വളർത്തലാണ്. അന്ന് ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെങ്കിലും അത് ജസ്റ്റ് ചിലവ് കഴിഞ്ഞു പോകാന്നുള്ളതല്ലാതെ നമുക്കൊരു സമ്പാദ്യമോ ഒരു പ്രതീക്ഷ, ബിസിനസ് ഒരിക്കലും സ്ഥിരമായിട്ട് ബിസിനസ് കിട്ടില്ല. പക്ഷെ പശു വളർത്തൽ കൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഒരു നഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും പറഞ്ഞ കേൾക്കാം നഷ്ടമാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം മോളെ പഠിപ്പിക്കാനായിട്ടുള്ള പ്രതീക്ഷ അത് തന്നെയായിരുന്നു. ഞങ്ങൾ കിർഗിസ്ഥാനിൽ എങ്ങനെയായിരുന്നു? പശുവിനെ വിറ്റാണോ? അല്ലല്ല, പശുവിനല്ല. ഞങ്ങൾക്ക് വരുമാനം ഉള്ളത് കൊണ്ട് നമുക്ക് മാസം ഇത്ര രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ, ഡെയിലി വരുമാനം കിട്ടുന്നുണ്ടല്ലേ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മോളെ പഠിപ്പിക്കാൻ വിട്ടത്. പക്ഷെ ആ സമയത്ത് ആ സമയത്താണ് എനിക്ക് ഒരു ട്രാജഡി സംഭവിച്ചത്. കണ്ണിൽ പെട്ടെന്ന് കോംപ്ലിക്കേഷനായി സർജറി കണ്ട് കാഴ്ച പോയി.
അപ്പോൾ ഒരു സർജറി വേണ്ടി വന്നുകൊണ്ട് ആ പശുക്കൾ എനിക്ക് ആ സമയത്ത് കൊടുക്കേണ്ടി വന്നു. ഒറ്റയടിക്ക് കൊടുക്കേണ്ടി വന്നല്ലേ? അതെ, മോൾ MBBS പഠിക്കാൻ കിർഗിസ്ഥാനിൽ പോയി. അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള കാര്യം ഒന്ന് ആലോചിക്കണം. ജസ്മിനുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അത് കച്ചവടം എന്ന് പറഞ്ഞാൽ ബിസിനസ് വളരെ മോശമാണ്. മോശമെന്ന് വെച്ചാൽ ഷോപ്പിൽ ഈ പശുവളത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാമെങ്കിലും ഇങ്ങനത്തെ ബിസിനസ്സിൽ നിന്ന് സ്ഥിരമായിട്ട് വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് ഈ കഴിഞ്ഞ 2 വർഷത്തോളം ഇങ്ങനെ തള്ളി നീക്കി. പക്ഷെ വീട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി വന്നപ്പോൾ ഞാൻ കട നിർത്തി. പിന്നെ നിർത്തിയിട്ടാണ് ഞാൻ ഇപ്പോൾ 10 പശുക്കളെ വളർത്താനുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 10 പശുവിൻ്റെ തൊഴുത്താണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 2 പശുക്കളെ ഞാനിപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, അത് ലീസിനെടുത്തൊരു സ്ഥലത്താണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഞാൻ 3 സ്ഥലം മാറിയാണ് ചെയ്തിട്ടുള്ളത്. 3 സ്ഥലം എടുത്തു. പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ നിർത്തി പോകേണ്ടി വന്നു. അത് ഒന്ന് ചിലപ്പോൾ ലാൻഡ് ഓണർ ആയിട്ടുള്ള ഒരു പുള്ളിക്ക് വേറെ ചാർജ് ലീസ് കൂട്ടി ചോദിക്കുക, അങ്ങനത്തെ വിഷയങ്ങളെ കൊണ്ട് അങ്ങനെ മാറ്റി പോരേണ്ടി വന്നു. പിന്നെ ഇപ്പൊ ഇതിപ്പോ സ്വന്തമായിട്ട് ഞാൻ 20 സെന്റ് വാങ്ങിയതാണ്. 20 സെന്റ് വാങ്ങിയതാണ്. ഒരുപാട് നഷ്ടത്തിൽ നിന്നാണ് ഇത്രയും വന്നല്ലേ? എന്റെ വീട് വരെ കൊടുത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാല് ആ ഫസ്റ്റ് ഫാം ഞാൻ സെറ്റ് ചെയ്തത് അല്ലേ? അതായത് മെയിൻ റോഡിന്റെ തൊട്ടടുത്ത് നേരെ എനിക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു 30 മീറ്റർ റോട്ടിൽ നിന്ന് വഴി, അങ്ങനെയുള്ള വീട് കൊടുത്തിട്ടാണ് ഞാൻ 2 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് അവിടെ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ഫാം സെറ്റ് ചെയ്തത്. അത് ശരിക്കും ഈ ഫാമിംഗ് മേഖലയോടുള്ള ഒരു അഭിനിവേശം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ലോൺ എടുത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യണേ. അപ്പോൾ ഈ 2 പശുക്കളിൽ നിന്ന് ലോൺ എടുത്തും തീരും എങ്ങനെയാണ്? അതായത് ഞാൻ ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ പശുക്കളില്ല, കട മാത്രമേ ഉള്ളൂ, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ സാഹചര്യം കാണുന്നില്ല എന്ന് തോന്നിയുകൊണ്ടാണ് കട നിർത്തി പശുവിലേക്ക് വേണ്ടി ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. 2 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കണ്ണിൻ്റെ സർജറിയുടെ ശേഷം കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പിന്നെ ഇനിയിപ്പോൾ വേറെ കണ്ണിന് കാഴ്ചയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ ഉള്ളൊരു മാർഗമായിട്ട് തന്നെയാണ് ഈ പശു വളർത്തൽ. ഈ രണ്ട് പശുക്കളും നമുക്ക് അത്യാവശ്യം 2 പശുക്കളിൽ നിന്ന് പോരാ. കാരണം എനിക്ക് പിന്നെ സ്ഥലം വാങ്ങിച്ച ലോണുണ്ട്, വീട് വെച്ച ലോണാണ്, ബാക്കി തൊഴുത്ത് പിന്നെ തൊഴുത്ത് ഉണ്ടാക്കിയത് കടമെടുത്താണ് ചെയ്തത്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ ഞങ്ങൾക്ക് പിന്നെ തൊഴുത്ത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫണ്ട് ആയിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷമേ ഇത് ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്തു, ഇതുവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് നടക്കുന്നേ ഉള്ളൂ. 10 പശുവിനെ വളർത്താനുള്ളൊരു തൊഴുത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, 10 ഇതിനകത്തൊരു കുറച്ച് പശുക്കളും കൂടി ആഡ് ചെയ്താൽ മാത്രമേ വരുമാനം, ഇപ്പോഴത്തെ രീതിയിൽ വെച്ചാൽ വരുമാനം ഇല്ല എന്നല്ല, വരുമാനമുണ്ട്. ഇപ്പോൾ 2 പശുക്കളിൽ നിന്നായിട്ടൊരു എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവള് പ്രസവിച്ചിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ആ പശു പ്രസവിച്ചിട്ട് 7 ദിവസം. ഇവക്ക് പേരുണ്ടോ? ഇവക്ക് കറമ്പിന്ന് വിളിക്കും. നാട്ടിൽ നിന്നെടുത്താണോ അത്? അല്ല, തമിഴ്നാട് ബോർഡറിൽ പോയെടുത്താണ്. അപ്പൊ ഇവക്ക് എത്ര ലിറ്റർ പാല് ഉണ്ട്? ഇതിപ്പോ 23 വരെ കയറി വന്നിട്ടുണ്ട്. 23 വരെ. ഇപ്പില്ലേ അതിന്റെ പേരെന്താ? മാളു. ഓക്കെ. അതിന് കുട്ടിയില്ലേ? മൂരിക്കുട്ടിയാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ വീടുകളിലാണ് അപ്പൊ പാല് കൊടുക്കുന്നത്? രാവിലെ കുറച്ച് മിൽമയ്ക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വീടുകൾക്ക് കൊടുക്കുന്നുണ്ട്, വൈകിട്ട് മിൽമയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പത്തെ അവസരത്തില് വീട്ടിലെ ആ ചെലവ് നടത്താൻ വേണ്ടി ഉള്ളതാണ്. വീട്ടിൽ ചെലവ് നടത്താനേ ജസ്റ്റ് കഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ തീറ്റ വെച്ച് കൊടുത്തിട്ടാണ് കറക്കണേ അല്ലേ? ഓക്കെ. അത് ഇവിടെ കൊണ്ടുവന്നപ്പോ മുതലുള്ള ശീലമാണോ? അത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്, തീറ്റ കൊടുത്തിട്ടാണ് കറക്കുന്നത്. ഓക്കെ. അപ്പൊ ആ തീറ്റയിൽ അങ്ങ് ആയിക്കുമ്പോ കറക്കണതിന് ബുദ്ധിമുട്ടുണ്ടാവൂല ആയിരിക്കൂലേ? ഓക്കെ. ഇത് കഴിഞ്ഞ ശേഷം ഇത് ഉച്ചത്തെ പാല് സൊസൈറ്റി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഉച്ചത്തെ സൊസൈറ്റി കൊടുക്കും. നമുക്ക് തീറ്റ കൊടുക്കാനും ക്ലീനിങ് തീറ്റ കറവ എല്ലാം കൂടി ഒരു ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ
രാവിലെയും അത്ര തന്നെ ഉച്ചയ്ക്കും. ഉച്ചയ്ക്ക് കറവ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചത്തെ കറവയൊക്കെ മതിയല്ലോ. അല്ല മറ്റേ കുടിപ്പിക്കട്ടോ. തൊഴുത്തൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഫ്യൂച്ചറിലെ പ്ലാൻ ഒന്ന് പറയാമോ? വിപുലീകരിക്കാനുള്ള ആഗ്രഹമുണ്ട്. 10 പശുവിനെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഈ തൊഴുത്തുണ്ടാക്കിയത്. തൊഴുത്തുണ്ടാക്കിയത് പിന്നെ ഇതിനകത്ത് ചെയ്യാനുള്ളത് ഡിവൈഡർ വെക്കാൻ വേണ്ടി അതിന്റെ ബേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പൊ ഇതിൽ പശുവിന് കെട്ടാൻ പറ്റില്ല. അത് വെൽഡിങ് ചെയ്തിട്ട് പശുക്കൾക്ക് സേഫ് ആയിട്ട് നിൽക്കാവുന്ന രീതിയിൽ ഡിവൈഡർ ചെയ്യണം. റബ്ബർ മാറ്റ് 10 റബ്ബർ മാറ്റ് ഇടുക. ബാക്കി പശുക്കളുടെ കാര്യമാണ്. ബാക്കി പശുക്കളുടെ 8 പശുക്കളും കൂടി ഈ തൊഴുത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നല്ലൊരു ഫാമായിട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫാമിലി വൈഫുണ്ട്, 3 കുട്ടികൾ. പിന്നെ വൈഫിന്റെ പേര് സുഹറ. 3 കുട്ടികൾ ഐഷ, അനീസ്, അമീന. പിന്നെ എൻ്റെ മദറുണ്ട്. മദർ റംലത്ത്. പിന്നെ ഞങ്ങള് 6 പേര് അടങ്ങുന്ന ഫാമിലിയാണ്. അതങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയതോടുകൂടി ഞങ്ങളുടെ ബിസിനസ് ആകെ തകരാറിലായിപ്പോയി. അതിനുശേഷം അത് ഫാം പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി 2 പശുക്കളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കാഴ്ചശക്തി ഇല്ലാഞ്ഞിട്ടും അതിനെ അതിജീവിച്ച് പശു വളർത്തുന്ന റിയാസിക്കയുടെ പശു വളർത്തലാണ്. എന്തായാലും റിയാസിക്കാനെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.